നമസ്കാരം. പുതിയൊരു ജോബ് അപ്ഡേറ്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ത്യയിലെ ഏറ്റവും അഭിമാനകരമായ സ്ഥാപനങ്ങളിലൊന്നായ ISROയിൽ പരിശീലനം നേടാൻ ആഗ്രഹിക്കുന്നവർക്കൊരു മികച്ച അവസരമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷന്റെ കീഴിലുള്ള ISROയുടെ ടെലിമെട്രി ട്രാക്കിംഗ് ആൻഡ് കമാൻഡ് നെറ്റ്വർക്ക് അഥവാ ISTRAC 2026-27 വർഷത്തേക്കുള്ള ഗ്രാജുവേറ്റ് അപ്രന്റിസ്, ഡിപ്ലോമ അപ്രന്റിസ്, ITI ട്രേഡ് അപ്രന്റിസ് ഒഴിവുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചിരിക്കുകയാണ്. എഞ്ചിനീയറിംഗ് ബിരുദധാരികൾക്കും ഡിപ്ലോമ വിദ്യാർത്ഥികൾക്കും ITI പാസ്സായ ഉദ്യോഗാർത്ഥികൾക്കും ഈ അവസരം ഉപയോഗപ്പെടുത്താം. ഇത് സ്ഥിരജോലി അല്ലെങ്കിലും ISROയിൽ ഒരു വർഷം പരിശീലനം നേടാനുള്ള വളരെ വിലമതിക്കാനാകാത്ത അവസരമാണിത്. ഈ റിക്രൂട്ട്മെന്റിലൂടെ ആകെ 95 അപ്രന്റീസ് ഒഴിവുകളാണ് നികത്തുന്നത്. കമ്പ്യൂട്ടർ സയൻസ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ, സിവിൽ, ലൈബ്രറി സയൻസ്, BSc കമ്പ്യൂട്ടർ സയൻസ്, ITI, വിവിധ ഡിപ്ലോമ എഞ്ചിനീയറിംഗ് വിഭാഗങ്ങൾ, കൊമേഴ്ഷ്യൽ പ്രാക്ടീസ് കൂടാതെ ഫിറ്റർ, ഇലക്ട്രീഷ്യൻ, ടേണർ, മെഷീനിസ്റ്റ്, വെൽഡർ, കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ, ഇലക്ട്രോണിക്സ് മെക്കാനിക് തുടങ്ങിയ നിരവധി ITI ട്രേഡുകളിലും അവസരങ്ങളുണ്ട്. പരിശീലന കേന്ദ്രങ്ങൾ പ്രധാനമായി ബംഗളൂരു, ലക്നൗ, ശ്രീവിജയപുരം എന്നിവിടങ്ങളിലാണ്. യോഗ്യതയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ബന്ധപ്പെട്ട വിഷയത്തിൽ BE അല്ലെങ്കിൽ BTech, ഡിപ്ലോമ ഇൻ ക്യൂമറിക്കൽ പ്രാക്ടീസ് അല്ലെങ്കിൽ ITI പാസ്സായിരിക്കണം. കൂടാതെ 2024-25 അല്ലെങ്കിൽ 26 വർഷങ്ങളിൽ പഠനം പൂർത്തിയാക്കിയവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുക. ഇതിനു മുമ്പ് അപ്രന്റീസ്ഷിപ്പ് പൂർത്തിയാക്കിയവർക്ക് ഒരു വർഷത്തിലധികം പ്രവൃത്തി പരിചയമുള്ളവർക്ക് ഈ അവസരം ലഭിക്കില്ല. സ്റ്റൈബൻഡും വളരെ ആകർഷകമാണ്. ഗ്രാജുവേറ്റ് അപ്രന്റീസ്മാർക്ക് പ്രതിമാസം 12,300 രൂപ ലഭിക്കും. ഡിപ്ലോമ അപ്രന്റീസ്മാർക്ക് 10,400 രൂപ ലഭിക്കും. ITI അപ്രന്റീസ്മാർക്ക് സർക്കാർ നിശ്ചയിച്ചിരിക്കുന്ന നിരക്കിനനുസരിച്ചുള്ള സ്റ്റൈബൻഡ് ലഭിക്കും. ഒരു വർഷം ISRO പോലുള്ള പ്രമുഖ സ്ഥാപനത്തിൽ പരിശീലനം നേടുന്നതിനൊപ്പം ഈ സാമ്പത്തിക സഹായം ലഭിക്കുന്നതാണ്. അപേക്ഷ സമർപ്പിക്കുന്നതിന് മുമ്പ് എല്ലാ ഉദ്യോഗാർത്ഥികളും NATS അല്ലെങ്കിൽ അപ്രന്റീസ്ഷിപ്പ് ഇന്ത്യൻ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തിരിക്കണം. തുടർന്ന് നോട്ടിഫിക്കേഷനിൽ നൽകിയിരിക്കുന്ന നിർദ്ദേശങ്ങൾ അനുസരിച്ച് അപേക്ഷയും ആവശ്യമായ രേഖകളും ബന്ധപ്പെട്ട ഇമെയിൽ വിലാസത്തിലേക്ക് അയക്കണം. ഒന്നിലധികം ലൊക്കേഷനുകളിലേക്ക് അപേക്ഷിക്കുന്നവർ ഓരോ ലൊക്കേഷനുകളിലേക്കും പ്രത്യേക അപേക്ഷ അയക്കേണ്ടതാണ്. തിരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ യോഗ്യതയും മാർക്കും അടിസ്ഥാനമാക്കി ഉദ്യോഗാർത്ഥികളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യും. തുടർന്ന് ഇന്റർവ്യൂ നടത്തിയാണ് അന്തിമ തിരഞ്ഞെടുപ്പ്. എഴുത്ത് പരീക്ഷ ഇല്ലാത്തതിനാൽ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇത് വളരെ നല്ല അവസരമാണ്. അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി 2026 ജൂലൈ 31 അവസാന തീയതി വരെ കാത്തിരിക്കാതെ എത്രയും വേഗം അപേക്ഷ സമർപ്പിക്കുന്നത് നല്ലതാണ്. കേന്ദ്ര സർക്കാർ സ്ഥാപനത്തിൽ പ്രവർത്തിച്ചിട്ടുള്ള അനുഭവം, ഭാവിയിലെ തൊഴിൽ സാധ്യതകൾ, മികച്ച സാങ്കേതിക പരിശീലനം എന്നിവ ലക്ഷ്യമിടുന്നവർ ഈ അപ്രന്റീസ്ഷിപ്പ് വളരെ മികച്ച തുടക്കമായിരിക്കും. അതിനാൽ യോഗ്യതയുള്ള സുഹൃത്തുക്കളും ബന്ധുക്കളും ഉണ്ടെങ്കിൽ ഈ വിവരം അവരിലേക്കും തീർച്ചയായിട്ടും പങ്കുവയ്ക്കുക. കൂടുതൽ വിവരങ്ങൾക്കും ഔദ്യോഗിക നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുന്നതിനും ISRO അപ്രന്റീസ് റിക്രൂട്ട്മെന്റ് 2026 നോട്ടിഫിക്കേഷൻ PDF വായിച്ചു നോക്കുക. ഇനിയും ഇതുപോലുള്ള അപ്ഡേറ്റ്സ് ദിനപ്രതി ലഭിക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്. നെക്സ്റ്റ് അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.